നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ ടിഷ്യൂ പേപ്പറാണ്, ഫ്ലവർ മേക്കിംഗ് വയർ, പിന്നെ ഫ്ലവർ ടേപ്പ്, പിന്നെ ഗ്ലൂ വേണമെങ്കിൽ സിസേഴ്സ്. സാധാരണ നമ്മൾ ഫ്ലവർ മേക്കിംഗ് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് വേണ്ടത്. നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമുക്കിത് ടിഷ്യൂ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി റോൾ ടിഷ്യൂ ആണ് ആവശ്യം. ഞാനിപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ റോളായിട്ട് വരുന്ന ടിഷ്യൂ പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന്, ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു 3 സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. 2 ആയാലും കുഴപ്പമില്ല, നമുക്ക് ആവശ്യത്തിന് എടുക്കാം. പക്ഷേ ഈ പെറ്റൽസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മളത് ഫ്ലവർ ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനടുത്ത് ഉണ്ടാക്കിയാൽ മതി. നമ്മളിങ്ങനെ മടക്കി, ഇതിനാണെങ്കിലും പെറ്റൽസിന് ഇപ്പോൾ ഇത്ര കറക്റ്റ് അളവൊന്നുമില്ല. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പെറ്റൽസിൻ്റെ അളവ് എടുക്കാം. ഷേപ്പ് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഞാനിപ്പോൾ ഒരുമിച്ചങ്ങ് മടക്കിയെന്നുള്ളൂ. നമുക്ക് ഒരുമിച്ചങ്ങ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇത്രയും പീസ് ഞാനിപ്പോൾ ഒരുമിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ചെയ്യണേന് നമുക്ക് പതുക്കെ ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പെറ്റലിൻ്റെ ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പതുക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചേർത്തെടുക്കാം. അല്ല, ഫ്രീ ഹാൻഡായിട്ട് ചെയ്താൽ മതി. നമ്മളത് വരച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അടുത്തത് എടുക്കുമ്പോൾ ഇതുപോലെ കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി. വെച്ച് വരയ്ക്കൊന്നും വേണ്ട. നമുക്ക് ഒരുപോലെ അത് കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഓരോ പീസായിട്ട് എടുക്കണം. ഇതിപ്പോൾ ഡബിളായിരിക്കും. അപ്പോൾ ഈ പീസ് ഡബിൾ നമ്മൾ ഓരോന്നാക്കി എടുക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ റോള് വരുന്നത് തന്നെ ഇത് ഡബിൾ പീസാണിത്. നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെയും നമ്മൾ സിംഗിളായിട്ട് എടുക്കണം. എന്നാലും ഇത് ഭംഗി ഉണ്ടാവുള്ളൂ. കാരണം ഇപ്പോൾ ഇത് ടിഷ്യൂ ആയതുകൊണ്ട് നമ്മൾ ഏറ്റവും തിന്നായിട്ടുള്ള പേപ്പർ അതുപോലെ ചെയ്യുമ്പോൾ അത്രയും ഭംഗി ഉണ്ടാവുന്നു. പിന്നെ നമുക്കിതിന് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ എന്തെങ്കിലും ഇറുക്കിലോ ഇപ്പോൾ എന്തെങ്കിലും എടുത്താൽ മതി. നമുക്കിങ്ങനെ റോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെടുത്തിട്ട് ഇതിങ്ങനെ പിടിച്ച് ഈ അറ്റത്തുനിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ റോൾ ചെയ്ത് കൊണ്ടുവരണം. ഇങ്ങനെ റോൾ ചെയ്തിട്ട് നമ്മൾ 2 സൈഡിൽ നിന്നും ഇങ്ങനെ പ്രസ് ചെയ്യണം. 2 സൈഡിൽ നിന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് അതിൽ ചുളുക്കുകൾ കിട്ടും. എന്നിട്ട് പതുക്കെ അത് ഊരിയെടുക്കണം. ഊരിയെടുത്തിട്ട് നമ്മൾ പതുക്കെ ഈ വിരൽ വെച്ച് നമുക്കിങ്ങനെ മടക്കി വെച്ചിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കതിനെ പിന്നെ സെറ്റ് ചെയ്യുമ്പോൾ അതിനെ പെറ്റലാക്കി എടുക്കാം. ഇങ്ങനെ എടുത്ത് വെക്കണം. ഇങ്ങനെയാണ് പെറ്റൽസ് റെഡിയാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. നമ്മളൊരു ഫ്ലവർ മേക്കിംഗ് വയർ എടുത്ത് പതുക്കെ മടക്കി ഒരു പെറ്റലെടുക്കുക. ഒരു പെറ്റലെടുത്തിട്ട് ആദ്യത്തെ പെറ്റൽ കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇത് വളരെ തിന്നായ പേപ്പർ ആയതുകൊണ്ട് ചുരുട്ടാനൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും അതിനെങ്ങനെയുണ്ട് റോൾ ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ റോസിൻ്റെ ഫ്ലവറൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഏത് മെറ്റീരിയൽ, ഇപ്പോൾ നമ്മൾ ഇത് ടിഷ്യൂ മെറ്റീരിയൽ ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഓർഗൻഡി ക്ലോത്തിൽ ചെയ്യാം, ഫിനിക്സ് പേപ്പറിൽ ചെയ്യാം, ക്രേപ്പ് പേപ്പറാണ് അതിൽ ശരിക്കും ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിന്നായിട്ടുള്ളതുകൊണ്ട് നമുക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടും. സാധാരണ ഇപ്പോൾ നാച്ചുറലായിട്ടുള്ള ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും തിന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ടിഷ്യൂ പേപ്പറിൽ ചെയ്യണത്. ഇപ്പോൾ ക്രേപ്പ് പേപ്പറിൽ ചെയ്താലും ഓർഗൻഡിയിൽ ചെയ്താലും ഒക്കെ ഇതിന് നല്ല ഭംഗി ഉണ്ടാവും. പക്ഷെ അതിൽ തന്നെ നമുക്ക് ഒത്തിരി കളേഴ്സ് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടിഷ്യൂവിൽ നിന്ന് തന്നെ നമുക്ക് അത്രയും കളേഴ്സ് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. ഇനി അടുത്ത പെറ്റലെടുത്തിട്ട് നമ്മളിങ്ങനെ തിരിച്ച് വെച്ച് കുറച്ച് സൂക്ഷിച്ച് ചെയ്യേണ്ടി വരും. കാരണം ഇത് അത്രയും തിന്നായതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ചെയ്യാം. പിന്നെ ഇത് വല്ലാണ്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് 2 പെറ്റൽ റോളിലുള്ള പോലെ തന്നെ 2 പെറ്റൽ വേണമെങ്കിൽ വെച്ച് ചെയ്യാം. പക്ഷെ അപ്പോൾ അത് ഇത്ര ഭംഗി ഉണ്ടാവില്ല. ഇത് സിംഗിളായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പക്ഷെ ഒരു 1-2 ഫ്ലവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ടങ്ങ് മാറിക്കിട്ടും. ഇനി അടുത്ത പെറ്റൽ ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ ഇവിടെ എത്തിയിട്ട് ഇവിടെ വിടത്തരുത്. പിന്നെ ഇങ്ങനെ വയ്ക്കണം. നമ്മൾ ആ ചുളുക്കുന്നതിൻ്റെയാണ് ആ ഭംഗി വരുന്നത്. ഇതിന് അടുത്ത പെറ്റൽ വെച്ചു. നമുക്കിങ്ങനെ ഓരോ പെറ്റലായിട്ട് വെച്ച് പോകാം. ഇത്രയും പെറ്റൽസ് ഞാൻ വെക്കുന്നുള്ളൂ. കാരണം ഇത് വളരെ തിന്നായതുകൊണ്ട് അധികം പെറ്റൽസ് വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ ഇത്രയും ഞാൻ പെറ്റൽസ് എടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ എടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇനി നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് പീസിൻ്റെയൊക്കെ ഈ 2 അരിയത്തും കൊണ്ടുപോയിട്ട് കുറേശ്ശെ ഗ്ലൂ ഇട്ടിട്ട്, അധികം ആവരുത്, പതുക്കെ ഒന്നിങ്ങനെ കൂടെ ചേർത്ത് വെച്ച് കൊടുത്താൽ
അത് അവിടെ ചേർന്നിരിക്കും. അല്ലെങ്കിൽ വല്ലാണ്ടങ്ങ് വിടർന്നു പോകും. പെട്ടെന്ന് ഒട്ടിക്കോളും. കാരണം പേപ്പറല്ലേ. ഒരു ശക്കലം ഫെവിക്കോൾ തന്നെ വേണം കേട്ടോ. വേറെ ഗ്ലൂ ഒന്നും ഇടരുത്. കാരണം ഫെവിക്കോളാകുമ്പോൾ നമുക്ക് ട്രാൻസ്പെറൻ്റായി പോയിക്കോളും. കളർ പ്രശ്നമല്ല. പൂവിൻ്റെ അല്ലെങ്കിൽ വേറെ കളർ ഗ്ലൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പൂവിൻ്റെ ഭംഗി പോകും. ഓക്കെ, നമുക്കപ്പോൾ ലാസ്റ്റത്തെ പീസ് മാത്രം നമുക്കതൊന്നും അങ്ങോട്ട് ഒന്നൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതും അങ്ങോട്ട് ചേർന്ന് നിൽക്കും. നല്ല ഭംഗിയുള്ളൊരു റോസ്. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പെറ്റൽസൊക്കെ ഇങ്ങനെ കൂടുതലടിക്കുകയാണെങ്കിൽ ശരിക്കും ഇതൊരു റോസ് നാച്ചുറലായിട്ടുള്ള ഫ്ലവറായിട്ട് തന്നെ നമുക്കത് തോന്നുള്ളൂ. ഇപ്പോൾ തന്നെ ഉണ്ടല്ലേ നല്ല ചെറിയ പൂവാണെങ്കിൽ നല്ല ഭംഗിയിൽ ശരിക്കും നാച്ചുറലായിട്ടുള്ള ഫ്ലവറായിട്ട് നമുക്ക് തോന്നുന്നു. അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും അറിയില്ല. ശരിക്കും ഫ്രഷ് ലീവ്സ് എടുത്തിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആർക്കും തിരിച്ചറിയില്ല. അത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ്. എല്ലാവരും ചെയ്ത് നോക്കണം.